കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങളുടെ സഹായത്തോടെ ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ട തുടങ്ങിയ മേഖലകളിൽ പരിശോധന കൂടുതൽ ശക്തവും സജീവമാകുന്ന 5-ാം നാളാണ്. ഇന്നിപ്പോൾ പക്ഷേ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ചാലിയാർ ഭാഗത്ത് 2 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. നേരത്തെ ഒരു ഹെലികോപ്റ്റർ അവിടെ കൊന്നത് ഇപ്പോൾ തുടരുകയാണ്. അവിടെ എന്താണ് ഹെലികോപ്റ്ററിൻ്റെ ലക്ഷ്യമെന്നറിയില്ല. അവിടെ സന്നദ്ധ പ്രവർത്തകരൊക്കെ ഉണ്ട്. ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട എന്തോ കാര്യം തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് എന്ന കാര്യം അത് അല്പസമയത്തിന് വ്യക്തമാകും. ഇനി ആരോ കമൻറ്റ് ബോക്സിൽ പറയുന്നത് പോലെ ആവശ്യത്തിന് ഭക്ഷ്യസാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കാവുന്ന ഹെലികോപ്റ്ററാണോ എന്നും അറിയില്ല. കാര്യം ആ പോസിബിലിറ്റി തള്ളിക്കളയാൻ കഴിയില്ല. ഇത് കുറേ വലിയ വിസ്തൃതിയുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സൈനികർക്കിടയിലെ കമ്മ്യൂണിക്കേഷനൊക്കെ ചിലപ്പോൾ ഏത് രീതിയിൽ സാധ്യമാകുമെന്നല്ല. ഭക്ഷണമില്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാൻ വന്ന ഹെലികോപ്റ്ററൊക്കെ ആയിരിക്കും ചിലപ്പോൾ. എന്തായാലും എല്ലാവരും അതിനടുത്തേക്ക് വരുന്നുണ്ട്. എന്താണ് കാരണം എന്ന് അറിയില്ല. അത് എസ് വിജയകുമാർ ചേർന്നില്ല. വിജയകുമാർ, ഈ ഹെലികോപ്റ്റർ ഏതാണെന്നും എന്താണ് വരവിൻ്റെ ലക്ഷ്യം എന്നും അറിയാൻ കഴിയുന്നുണ്ടോ? ഹെലികോപ്റ്ററാണ്, അതാണ് ഇവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നത്. എന്താണ് അവരുടെ ദൗത്യം നിന്ന് അതിലെ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ സേനാ വിഭാഗങ്ങളുമായി അവർ സംസാരിച്ചിരുന്നു. അവരുടെ ദൗത്യം എന്താണ് എന്നത് സംബന്ധിച്ച് ഒരു കൃത്യതയാർന്ന വിവരങ്ങളില്ല. സേനാ വിഭാഗങ്ങളിലെ കുറേ ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഹെലികോപ്റ്ററിൽ നിന്നിറങ്ങിയ ആൾ അവരുമായി സേനാ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ മറ്റെന്തെങ്കിലും ദൗത്യം അവർക്കുണ്ടോ എന്നത് നമുക്ക് അല്പസമയത്തിനകം അറിയാൻ കഴിയും. ഇത് നേരത്തെ ധ്രുവ് അടക്കം അവിടെ ഇറങ്ങിയ അതേ സ്പോട്ടിൽ തന്നെയാണ് ഈ ഹെലികോപ്റ്ററും ഇറങ്ങിയിരിക്കുന്നത്. ആ ഹെലികോപ്റ്റർ മറ്റൊരു സ്ഥലത്ത് ആദ്യം ഇറങ്ങിയിരുന്നു. അതിനുശേഷം കുറെ കൂടി സൗകര്യപ്രദമായ ഒരു ദിശയിലേക്ക് വീണ്ടും ഇറങ്ങുകയാണ് ചെയ്തത്. ഇപ്പോൾ ആളുകളെയൊക്കെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. എന്താണ് അതിൻ്റെ ദൗത്യം എന്നത് സംബന്ധിച്ച് നമുക്കൊരു വിശദീകരണം കിട്ടിയില്ല. ആളുകളോട് അവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് ആ ഹെലികോപ്റ്ററിൻ്റെ പൈലറ്റ് തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. അതിന് തിരികെ പോകാനുള്ള സമയമായി എന്ന് തോന്നുന്നു. തിരികെ പോകാൻ തയ്യാറെടുക്കുകയാണെന്നാണ് മനസ്സിലാകുന്നത്. എന്തോ ഒരു മിഷൻ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പാണ്. അത് ഈ പറയുന്ന രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നേരിട്ട് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആയിരുന്നു എന്ന് നമുക്ക് കാഴ്ചകളിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എയർലിഫ്റ്റ്, എയർ ഡ്രോപ്പ് അതൊന്നും ആയിരുന്നില്ല. മറിച്ച് എന്തെങ്കിലും സന്ദേശം കൈമാറാനോ മറ്റേതെങ്കിലും സാങ്കേതിക സംവിധാനങ്ങൾ അവിടെ എത്തിക്കാനോ ആയിരുന്നു എന്ന് വേണം കരുതാൻ. അതിൽ അല്പസമയത്തിനകം അതിൽ ഒരു വ്യക്തത വരും. അത് തിരികെ പോവുകയാണ്. അതിൻ്റെ മിഷൻ പൂർത്തിയാക്കി തിരികെ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് അവിടെ ഏരിയൽ സർവേ ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു. ഈ പുഴയുടെ വശങ്ങളിലും അതുപോലെ തന്നെ ഈ ദുരന്ത മുഖത്ത് താഴോട്ട് ഏരിയൽ സർവേ ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു. അത് 2-3 തവണ ഈ ഭാഗത്തുകൂടി ഇതേ ഹെലികോപ്റ്റർ തന്നെ, വ്യോമസേനയുടെ ഇതേ ഹെലികോപ്റ്റർ തന്നെ ആ സർവേ നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ പുഴയുടെ തീരത്ത് അത് ലാൻഡ് ചെയ്തത്. ഇപ്പോഴത് തിരികെ പോവുകയാണ്, ആകാശത്തേക്ക് തന്നെ മടങ്ങുകയാണ്. അത് നമ്മൾക്ക് മുകളിലൂടെ ഉയർന്ന് പോയിരിക്കുകയാണ്. എന്തായിരുന്നു അവരുടെ ദൗത്യം എന്നത് സംബന്ധിച്ച് നമുക്ക് അല്പസമയത്തിനകം കുറെ കൂടി വ്യക്തതയാർന്ന വിവരങ്ങൾ കിട്ടും. അതിപ്പോൾ പോയിട്ടുണ്ട്. ഇന്ത്യൻ വ്യോമസേനയുടെ, ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഇത്രനാളും കാണാത്ത ഒരു തരം ഹെലികോപ്റ്ററാണത്. അത് എന്താണ് ലക്ഷ്യം, എന്താണ്? ഒരുപക്ഷെ അതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക അറിയാവുന്നവർക്ക് അറിയാമായിരിക്കാം. ആ ഹെലികോപ്റ്റർ എന്തിനുപയോഗിക്കുന്ന ഹെലികോപ്റ്ററാണ്? ട്രാൻസ്പോർട്ട് ഹെലികോപ്റ്ററാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാമായിരിക്കും. നമ്മൾ കണ്ടത് INS ധ്രുവ് ആയിരുന്നു. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ധ്രുവ് ഹെലികോപ്റ്റർ ആയിരുന്നു. മറ്റേത് രണ്ടാമത്തേത് MI-17 എന്ന ഹെലികോപ്റ്റർ ആയിരുന്നു. ഇത് രണ്ടും അവിടെ ഇറങ്ങി ആളുകൾ റെസ്ക്യൂ ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണത്. അങ്ങേറ്റം പൊളിഞ്ഞു കിടന്ന ഒരു ടെറൈനിൽ, അങ്ങേറ്റം പൊളിഞ്ഞു കിടന്ന റോഡിലേക്ക് വളരെ സൂക്ഷ്മതയോടെ ആ പൈലറ്റ് വിമാനം ഇറക്കുന്നതൊക്കെ നമ്മൾ അല്പം അത്ഭുതത്തോടു കൂടി നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വീണ്ടും ഒരു ഹെലികോപ്റ്റർ ദൃശ്യം നമ്മൾ കാണുകയാണ്. അത് അവിടെ കുറേ സമയമായി ഉണ്ട് ആ ചൂരൽമല മേഖലയിൽ. അതിനുശേഷം അത് അവിടെ ഇറങ്ങി അവിടെയുള്ള ആർമി ഉദ്യോഗസ്ഥരുമായി അതിൽ നിന്നിറങ്ങിയ ആളുകൾ കുറച്ച് നേരം സംസാരിച്ചു. അതിനുശേഷം എന്തോ ചെറിയ ഒരു കൂടിയാലോചന പോലെ എന്തോ അവിടെ ഉണ്ടായി, ഹെലികോപ്റ്റർ മുന്നിലുണ്ടായി. പക്ഷെ എന്താണ് ദൗത്യം, അവതാര ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ വരവിൻ്റെ ലക്ഷ്യം എന്താണ് എന്നിപ്പോഴും നമുക്കറിയില്ല. അതുപോട്ടെ, അങ്ങനെ ആ ദൗത്യ മേഖലയിൽ സൈന്യത്തിൻ്റെതായ ചില കമ്മ്യൂണിക്കേഷനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഇന്നത്തെ റെസ്ക്യൂ ഓപ്പറേഷൻ്റെ തുടർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടോ ഒക്കെയുള്ള ചില സന്ദേശങ്ങൾ കൈമാറലോ ഒക്കെ ആയിരിക്കാം. അതിനോട് വരുന്നത് ദുർഘട പ്രദേശങ്ങളിൽ ഹാം റേഡിയോ സ്ഥാപിക്കുമെന്നുള്ള ഒരു വാർത്ത വരുന്നു. ആശയവിനിമയം സങ്കീർണമായ ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളിൽ
വിവരശേഖരണം വേഗത്തിലാക്കുന്നതിനാണ് ഈ ഹാം റേഡിയോ സ്ഥാപിക്കുന്നത്. കൽപ്പറ്റയിലെ കളക്ടറേറ്റിലാണ് അതിൻ്റെ ബേസ് സ്റ്റേഷൻ. ദുരന്ത മേഖലയിലെ രക്ഷാപ്രവർത്തകർക്കൊപ്പമുള്ള ഹാം റേഡിയോ ഓപ്പറേറ്റർമാർ ഇവിടേക്ക് വിവരങ്ങൾ കൈമാറുന്നു. ഉരുൾ ജലപ്രവാഹത്തിൽ മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ ഈ സെൽ ടവറുകൾ അമ്പാടെ മൊത്തത്തിൽ നിലംപൊത്തിയതാണ്. അപ്പോൾ വളരെ പരിമിതമായ തോതിലുള്ള ആണ് നിലവിലൂടെ സെൽഫോൺ സേവനം കിട്ടുക. ആ സാഹചര്യത്തിലാണ് ഹാം റേഡിയോ ഓപ്പറേറ്റർമാരുടെ കൂടി സേവനം ലഭ്യമാക്കാൻ ജില്ലാ ഭരണകൂടം നടപടി സ്വീകരിച്ചത്. അപ്പോൾ അത് കുറച്ചുകൂടി സഹായകരമാകും എന്നതാണ്. അപ്പോൾ ഹെലികോപ്റ്റർ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയായിരുന്നു. അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനമുണ്ട്. മുഖ്യമന്ത്രി റെസ്ക്യൂ മിഷനെക്കുറിച്ച് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ച് എത്ര പേരെ കാണാതായി എന്നുള്ള കുറച്ചുകൂടി ഒഫീഷ്യലായിട്ടുള്ള ആധികാരിക സ്വഭാവത്തിലുള്ളൊരു കണക്ക് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. 12 മണിക്ക് മാധ്യമങ്ങൾ കാണുമ്പോൾ അത് ഇന്നലെ ADGP എം ആർ അജിത് കുമാർ പറഞ്ഞത് 300-ന് മുകളിൽ എന്നാണ് പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ 218 എന്ന് 220 എന്നൊക്കെ ജില്ലാ കളക്ടർ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ കണക്കുകളും ക്രോഡീകരിച്ച് മുഖ്യമന്ത്രിക്ക് ഈ മിസ്സിംഗ് എന്നുള്ള ഒരു കണക്ക് കൃത്യമായി പറയാൻ കഴിയും. എത്ര പേർ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കൃത്യമായി കഴിയുന്നു എന്ന് പറയാൻ കഴിയും. ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ചില ക്രമീകരണങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി ഉറപ്പായും പറയുമായിരിക്കും. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അങ്ങനെ ആളുകൾ കാണാൻ വേണ്ടി ഇറങ്ങരുത് എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അല്പസമയം മുൻപ് പറഞ്ഞതാണ്. അവരുടെ സ്വകാര്യതയും അവിടുത്തെ ശുചിത്വത്തെയൊക്കെ ബാധിക്കും എന്ന കാര്യം പറഞ്ഞതാണ്.